പശ്ചിമേഷ്യയിൽ കടുത്ത യുദ്ധം. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് ഇസ്രയേൽ. ഹോർമുസ് കടലിടുക്കടച്ച് ഇറാൻ. കപ്പലുകളെത്തിയാൽ കത്തിക്കുമെന്ന് ഭീഷണി. ആക്രമണത്തിൽ ഇറാനിൽ 700-ലധികം പേർ മരിച്ചു. കടുത്ത ആക്രമണം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് ട്രംപ്. സമാധാന ചർച്ചകൾ ഉടൻ നടക്കണമെന്ന് ചൈന. രാജ്യത്തിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച് UAE. നതാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം സ്ഥിരീകരിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ആശങ്ക ഉയർത്തി എണ്ണവില ഉയരുന്നു. ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉൽപാദനം നിർത്തി ഖത്തർ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. അറബ് രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാരെ ഉടൻ നാട്ടിലെത്തിക്കില്ല. ഖമേനിയെ വധിക്കാൻ യുദ്ധതന്ത്രമൊരുക്കിയത് മൊസാദ് തന്നെ. ഖമേനിയെ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചത് മാസങ്ങളോളം. ടെഹ്റാനിലെ ട്രാഫിക് ക്യാമറകളടക്കം ഹാക്ക് ചെയ്ത് നീക്കം. വിമാന സർവീസുകൾ ഇന്നും നിശ്ചലം. ഡൽഹിയിൽ നിന്നും 40-ലധികം സർവീസുകൾ റദ്ദാക്കി. കേരളത്തിലെ വിമാനത്താവളങ്ങളിലും പ്രതിസന്ധി തുടരുന്നു. ദുബായിൽ കുടുങ്ങിയ ബാഡ്മിന്റൺ താരം PV സിന്ധു നാട്ടിലെത്തി. KK ശൈലജ പേരാവൂരിൽ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള. തൃത്താല, നെന്മാറ, മലമ്പുഴ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണന് വിട വാങ്ങിയത് കേരളത്തിന്റെ ദേശീയ മുഖം. സംസ്കാരം നാളെ രാവിലെ 9-ന്. മനം നിറച്ച ആറ്റുകാൽ പൊങ്കാല. 10,000-ങ്ങൾക്ക് ഭക്തി നിർവൃതി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.